അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5 വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് തെദ്രീബാത്തുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 4 പാഠങ്ങളുടെയും തെദ്രീബാത്ത് മാത്രം ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ ചിത്രകഥകളായി വീഡിയോ ചെയ്ത് ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഓരോ വർഷങ്ങളിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉത്തരങ്ങളും പരിശോധിക്കാം. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷം 2024-25 വർഷത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം കമ്മിലിൽ ജദുവല കോളം പൂർത്തിയാക്കാനാണ്. അൽ അഫ്ആലു അല്ലമാഇറു, ഈ കോളത്തിലുള്ളത് ഫിഇലുകളാണ്, ഇവിടെയുള്ളത് ലൊമീറുകളാണ്. ഇതിന് യോജിച്ച ലൊമീർ കൊടുക്കാനാണ്. ഫഅല ഫഅൽതും ഫഅൽന, അതായത് നമ്മൾ ഫഅല സർഫാക്കാലോ 14 സിയകളായി ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത ഫഅൽന, അങ്ങനെ 14 സർഫാക്കുമല്ലോ. അതുപോലെ തന്നെ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന എന്ന് പറഞ്ഞ് 14 സർഫാക്കും. ഇത് 14 സർഫാക്കി പഠിച്ചിരിക്കണം. അത് പഠിച്ചവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം കിട്ടും. എന്താ? ഫഅല, അവൻ പ്രവർത്തിച്ചു. ഹുവ. ഫഅൽതും, അല്ലെ? ഫഅൽതും എന്നുള്ളത് എത്രാമത്തതാണ്? 9ാമത്തതാണ്. അപ്പൊ അതിന്റെ 9ാമത്തത് എന്താണ്? അൻതും എന്നുള്ളതാണ്, അല്ലേ? അടുത്തത് ഫഅൽന, ഞങ്ങൾ പ്രവർത്തിച്ചു, ഏറ്റവും അവസാനത്തതാണ്. അപ്പൊ ഇവിടത്തെ ഏറ്റവും അവസാനത്തെ ഏതാ? നെഹ്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ലൊമീറുകൾ 14 കാണാതെ പഠിക്കുക. അതേപോലെ ഫിഇലുകൾ എന്ത് ചെയ്യുക, മാദിയിലും അതിന്റെ 14 സിയകളും പഠിച്ചിരിക്കുക. എന്നാൽ ഇതുപോലെ എന്ത് ചോദ്യങ്ങൾ വന്നാലും വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. അടുത്തത് ഫഅൽന, അവർ പ്രവർത്തിച്ചു. അവർ എന്നുള്ളത് സ്ത്രീകളാണ്, അല്ലേ? 6ാമത്തത്. അപ്പോ ഹുന്ന. ഇനി ഫഅൽതി, നീ പ്രവർത്തിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫഅൽതി എന്ന് പറയുമ്പോൾ ഇതാണെങ്കിൽ സ്ത്രീയാണ്, ഇനി ഫഅൽത എന്നാണെങ്കിൽ പുരുഷനുമാണ്, അല്ലേ? അപ്പൊ ഫഅൽതി എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഏതാ? അൻതി, അല്ലേ? അടുത്തത് ഫഅൽതുമാ. ഫഅൽതുമാ എന്നുള്ളത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരേ വാക്ക് തന്നെയാണ്. അതിന്റെ ലൊമീർ എന്താണ്? നിങ്ങൾ രണ്ടുപേരും എന്നുള്ളതിന് അൻതുമാ. സുൽ ബിൽ മുനാസിബ്, യോജിച്ചവ കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഖറജു, അവർ പുറപ്പെട്ടു. നസർത്തി, നീ സഹായിച്ചു. കസഹത്ത, അവർ രണ്ടുപേർ അടിച്ചുവാരി. ഖറഅതുമാ, നിങ്ങൾ രണ്ടുപേരും പാരായണം ചെയ്തു. മനഅന, അവർ തടഞ്ഞു. ത്വലഅത്ത്, ഉദിച്ചു. ഇതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതൊക്കെ തെദ്രീബാത്തുകളിലുള്ള അതേ ചോദ്യങ്ങളാണ്. ആ 4 പാഠങ്ങളിലായിട്ട്, അതായത് 3 പാഠങ്ങളിലായിട്ടുള്ള തെദ്രീബാത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. അന്നിസാ, സ്ത്രീകൾ, ഡേഷ് ഔലാദഹുന്ന, അവരുടെ മക്കളെ, അനിൽ ലഗ്വി, അനാവശ്യ സംസാരത്തെ തൊട്ട് എന്ത് ചെയ്തു? മനഅന, അവർ തടഞ്ഞു. രണ്ടാമത് അശംസു, സൂര്യൻ, ത്വലഅത്ത്, ഉദിച്ചു. മിനൽ മശ്രിഖ്, കിഴക്കിൽ നിന്ന്. മൂന്നാമത്തത് അത്തുല്ലാബു, വിദ്യാർത്ഥികൾ, ഖറജു, അവർ പുറപ്പെട്ടു. മിൻ സുഫൂഫിഹിം, അവരുടെ ക്ലാസ്സുകളിൽ നിന്ന്. യാ ബിൻതി, എന്റെ പെൺകുട്ടി. ഹൽ നസർത്തി, നീ സഹായിച്ചിട്ടുണ്ടോ? ഉമ്മുക്കി, നിന്റെ ഉമ്മയെ. അടുത്തത് അൽ ബിൻതാനി, 2 പെൺകുട്ടികൾ. കസഹത, അവർ രണ്ടുപേർ അടിച്ചുവാരി. ഫിനാ അൽ ബൈത്തി, വീടിന്റെ മുറ്റം. യാ തിൽമീദതാനി, 2 പെൺകുട്ടികളെ. ഹൽ ഖറഅതുമാ, നിങ്ങൾ രണ്ടുപേരും പാരായണം ചെയ്തിട്ടുണ്ടോ? സൂറത്ത് യാസീൻ, യാസീൻ സൂറത്ത് നിങ്ങൾ രണ്ടുപേരും ഓതിയോ, പാരായണം ചെയ്തോ? രണ്ടാമത്തത് ബയ്യിൻ, വ്യക്തമാക്കുക. ബിൽ ലോത്തിൽ അറബി, അറബി ഭാഷയിൽ തന്നെ ഉത്തരം എഴുതണം. അൽ ഇസ്മു, എന്താണ് ഇസ്മ്? ലഫ്ലുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ, സ്വന്തമായി അർത്ഥമുള്ളതാണ്. വലാ യദുല്ലു അലാ സമാനിൻ, കാലത്തിന്റെ മേൽ അറിയിക്കൂല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതായത് ഫിഇലുകൾ എന്ത് ചെയ്യും? കാലത്തിന്റെ മേൽ അറിയിക്കും, പക്ഷെ ഇസ്മ കാലത്തിന്റെ മേൽ അറിയിക്കൂല. ഉദാഹരണം കഫറസിൻ, കുതിര എന്നത് പോലെ. വറജുലിൻ, പുരുഷൻ എന്നതുപോലെ. ഇതൊക്കെ ഒരു പേരുകളാണ്. ഇവക്ക് കാലവുമായി യാതൊരു ബന്ധവുമില്ല. ഇന്നായാലും നാളെ ആയാലും ഇന്നലെ ആയാലും കുതിരന്റെ പേര് കുതിരൻ തന്നെയാണ്. അതേപോലെ പുരുഷൻ പുരുഷൻ തന്നെയാണ്, അല്ലേ? രണ്ടാമത്തത് അൽ ഹർഫു, എന്താണ് ഹർഫ്? ലഫ്ലുൻ ലൈസ ലഹു മഅനൻ ഇല്ലാ മാ ഗൈരിഹി,
മറ്റൊന്നിനോട് കൂടെയല്ലാതെ അർത്ഥം ഇല്ലാത്തത്. സ്വന്തമായിട്ട് അർത്ഥമല്ല, പക്ഷെ മറ്റൊന്നിനോട് കൂടെ വരുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാവും. ഉദാഹരണം ഹൽ, അല, ഫി അല്ലെ. ഹൽ എന്ന് പറഞ്ഞാൽ ഉണ്ടോ. ഉണ്ടോ എന്ന പദം ഒറ്റക്ക് പ്രയോഗിക്കുവോ? ഇല്ല. അതേസമയം ഹൽ ഇൻദക ജവ്വാലുൻ, നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ, അവിടെയാണ് ഹൽ എന്നത് ഒറ്റയ്ക്ക് വരില്ല, മറ്റൊരു സെന്റൻസിന്റെ കൂടെയേ വരുള്ളൂ. അല എന്ന് പറഞ്ഞ മേൽ, ഈ അല എന്നുള്ള പദം ഒറ്റയ്ക്ക് പ്രയോഗിക്കോ? ഇല്ല. മറിച്ച് അൽ കിതാബു അല തോവിലെത്തി, പുസ്തകം മേശയ്ക്ക് മേൽ ആണ്, അവിടെയാണ് അല ഉപയോഗിച്ചത്. ഫി എന്ന് പറഞ്ഞാൽ ഇൽ. ഫിൽ മദ്രസത്തി, മദ്രസയിലുണ്ട് ഉസ്താദുൻ, ഉസ്താദ് അല്ലെ. അപ്പോൾ അല ഫി ഹൽ എന്നുള്ളതൊന്നും ഒറ്റയ്ക്ക് പ്രയോഗിക്കില്ല, അത് ബാക്കിയുള്ളതിനോട് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ കൂടെ അതിന് പ്രയോഗിക്കുള്ളൂ. മൂന്നാമത്തത് അൽ കലാം. എന്താണ് കലാം? അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബി, അറബി ഭാഷയിൽ കലാം എന്നാൽ ഹുവ ലഫ്ളുൻ മുഫീദുൻ ഫായിദത്തൻ, പൂർണ്ണമായി ആശയം ലഭിക്കുന്ന പദമാണ്. യഹ്സുനു സുക്കൂതു അലൈഹ, അതിന്റെ മേൽ മൗനം നന്നാകും. അതായത് മീനിങ് ഫുൾ ആയ സെന്റൻസ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞ് അവസാനിച്ചാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഒരാൾ പറയാൻ അൽഹംദു സർവസ്തുതി എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് അവിടെ പൂർണ്ണമല്ല. ലില്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനാണ്. ഇത് കേട്ടവർക്ക് മനസ്സിലായി. എന്നതുപോലെ മീനിങ് ഫുൾ ആയ സെന്റൻസുകൾ ഫുൾ ആയ ഒരു കാര്യം പറഞ്ഞ് നിർത്തി കഴിഞ്ഞ് അതിന്റെ ആശയം കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള അങ്ങനെയുള്ള സെന്റൻസുകളൊക്കെയാണ് എന്ത് പറയാ, കലാമു എന്ന് പറയുന്നത്. തമ്മീം പൂർണ്ണമാക്കാനാണ്. ഇവിടെയുള്ള 3 ചോദ്യങ്ങളും പൂർണ്ണമല്ല, അതിനെ ബാക്കി പൂരിപ്പിച്ചു കൊടുക്കാണ്ട്. അൽ ഫിഅലുൽ മാദിൽ മുസ്ബത്തു, എന്താണ് മാദിയായ മുസ്ബത്തായ ഫിഅല്? അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അത് പൂർണ്ണമല്ല. അതായത് ഫിഅലുൻ, അതൊരു ഫിഅലാണ്. എങ്ങനത്തെ ഫിഅലാണ്? യദുല്ലു, അത് അറിയിക്കുന്നു, അലാ വുഖൂഇ അംരിൻ, ഒരു കാര്യം സംഭവിച്ചതിന്റെ മേൽ. എപ്പ സംഭവിച്ച കാര്യമാണ് ഇത് അറിയിക്കുക? ഫിസ്സമാനിൽ മാദി, കഴിഞ്ഞ കാലത്ത്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് എന്ത്? മാദിയായ മുസ്ബത്തായ ഫിഅല്. ഇത് അറബിയിൽ തന്നെ പഠിക്കണം. രണ്ടാമത്തെ ചോദ്യം, ഇദാ ദുക്റൽ ഫാഇലു, ഫാഇൽ പറയപ്പെട്ടാൽ മഅൽ ഫിഇലി, ഫിഇലിന്റെ കൂടെ. ഫിഇലിന്റെ കൂടെ ഫാഇലിനെ പറഞ്ഞാൽ അതിനെന്താ പറയാ? മഅറൂഫൻ, മഅറൂഫ് എന്ന് പറയും. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലോ മജ്ഹൂലൻ, മജ്ഹൂൽ എന്ന് പറയും ട്ടോ. മൂന്നാമത്തത് ബിതാ ഫഅൽതി വഅതതു വയഫ്അലി വനൂനി അഖബി ഇല്ലന്ന. ഇവിടെയോ, ഇവിടെ ബൈത്താണ്. നമ്മുടെ പുസ്തകത്തിൽ 4 പാഠങ്ങളിലായി 2 ബൈത്തുകളെ നമുക്ക് കാണാതെ പഠിക്കാനുള്ളൂ. ആ 2 ബൈത്തുകളിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പൂരിപ്പിക്കാൻ വന്നിട്ടുണ്ട്, അതുപോലെ ക്രമത്തിൽ എഴുതാൻ വന്നിട്ടുണ്ട്, ഇതുപോലെ പൂർണ്ണമാക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ 2 ബൈത്തുകളാണ് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ടത്. ആ 2 ബൈത്തുകൾ പഠിച്ചിരിക്കണം. ഇതിന്റെ അർത്ഥം എവിടെയും ചോദിച്ചതായി കണ്ടിട്ടില്ല. ഫഅൽതി എന്നതിലെ താ, അതുപോലെ അത്തത്തി എന്നതിലെ താ, ഇഫ്അലി എന്നതിലെ യാ, അതുപോലെ അഖ്ബിൽ എന്നതിലെ നൂന്. ഇതൊക്കെ എന്താണ്? ഫിഇലു യൻജലി, ഫിഇലാണെന്ന് വ്യക്തമാക്കുന്നു. ഉക്തുബിൽ അൽഫാള, ലഫ്ലുകൾ എഴുതാനാണ്. 14 ലഫ്ലുകൾ ഉണ്ട്. എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ഇവിടെ ചോദിച്ചത് 4 ഫിഇലുകളാണ്. ആ 14ൽ നിന്ന് 4 ഈ 5 വർഷത്തെ പേപ്പറുകളിലും ഇതേ ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14 ലഫ്ലുകളും കാണാതെ പഠിച്ചിരിക്കണം. വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ ഒരു 3 or 4 കാണാതെ പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഏകദേശം അതേ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചിരിക്കണം. ഇത് പരീക്ഷയിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നോക്കാം, ഇവിടെ ഈ പരീക്ഷ പേപ്പറിൽ വന്നതിന്റെ ഉത്തരം നോക്കാം. ഫഅൽന അൽ ജംഉൽ മുഅന്നസുൽ ഗായിബു മിനൽ ഫിഅലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബതി. ഫഅൽതു അൽ മുതകല്ലിമുൽ വാഹിദു മിനൽ ഫിഅലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബതി. ഫഅൽന ജംഉൽ മുതകല്ലിമി മിനൽ ഫിഅലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബതി. ഫഅലു അൽ ജംഉൽ മുദക്കറുൽ ഗായിബു മിനൽ ഫിഅലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബത്തി. ഇത് 14 കാണാതെ പഠിച്ചിരിക്കണം. തർജിം, അർത്ഥം എഴുതാനാണ്. റജഅ മുഹ്സിനുൻ, മുഹ്സിൻ മടങ്ങി. മിനൽ മദ്റസതി, മദ്റസയിൽ നിന്ന്. വവസല, അവൻ എത്തി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. വശരിബ, എന്നിട്ട് അവൻ കുടിച്ചു. അശായ, ചായ. മുഹ്സിൻ മദ്റസയിൽ നിന്ന് മടങ്ങി, വീട്ടിലെത്തി, ചായ കുടിച്ചു. അരിബ്, അറബിയിലാക്കാനാണ്. ബെല്ലടിച്ചു, ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. ഇത് അറബിയിൽ എഴുതാനാണ്. ദുഖൽ ജറസു ജാഅൽ ഉസ്താദ് ഇല സൊഫി.
ഇനി നമുക്ക് 2023-24 വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പേപ്പർ പരിശോധിക്കാം. സിൽ ബിമാ യുനാസിബ് യോജിച്ചവ കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. നസർത്തി നീ സഹായിച്ചു, മനഅന അവർ തടഞ്ഞു, ഖറജു അവർ പുറപ്പെട്ടു, ത്വലഅത്ത് ഉദിച്ചു, നളർത്ത നീ നോക്കി, ഖറജ്തുന്ന അവർ പുറപ്പെട്ടു. അതായത് നമ്മൾ ഒരു പേപ്പർ നോക്കിയല്ലോ, അതിലുള്ള പല ചോദ്യങ്ങളും ഇതിലുണ്ട്. ഈ ചോദ്യം ഉണ്ട്, അതേപോലെ ഈ ചോദ്യം, മൂന്നാമത്തെ ചോദ്യമുണ്ട്, ഈ ചോദ്യവും ഉണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട അതേ ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ളത്, അതായത് ഇതുപോലെ യോജിപ്പിക്കാനുള്ളത് 4 പാഠത്തിൽ 3 പാഠത്തിലേ ഉള്ളൂ. അപ്പോൾ ആ 3 പാഠത്തിലുള്ള ആ സെന്റൻസുകൾ, ആ ഉദാഹരണങ്ങൾ ശരിക്ക് വായിച്ച് പഠിക്കണം. എന്നാൽ ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. നോക്കാം. ഒന്നാമത്തത് അത്തുല്ലാബു വിദ്യാർത്ഥികൾ, ഖറജു അവർ പുറപ്പെട്ടു, മിൻ സുഫൂഫിഹിം അവരുടെ ക്ലാസ്സുകളിൽ നിന്ന്. അശംസ്, ഈ ചോദ്യവും കഴിഞ്ഞ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അശംസ് സൂര്യൻ, ത്വലഅത്ത് ഉദിച്ചു, മിനൽ മശ്രിഖി കിഴക്കിൽ നിന്ന്. അന്നിസാഉ സ്ത്രീകൾ, മനഅന അവർ തടഞ്ഞു, ഔലാദഹുന്ന അവരുടെ മക്കളെ, അനിൽ ലഗവി അനാവശ്യ സംസാരത്തെ തൊട്ട് അവരുടെ മക്കൾ അവർ സ്ത്രീകൾ തടഞ്ഞു. നാലാമത്തെ യാ അഖി എന്റെ സഹോദര, ഹൽ നളർത നീ നോക്കിയിട്ടുണ്ടോ, ഇലൽ ബുർജ് ഗോപുരത്തിലേക്ക്. അഞ്ചാമത്തത് യാ ബിൻതി പെൺകുട്ടി, ഹൽ നസർത്തി നീ സഹായിച്ചിട്ടുണ്ടോ, ഉമ്മുക്കി നിന്റെ ഉമ്മയെ. ആറാമത്തത് യാ മആശറ നിസാ സ്ത്രീ സമൂഹമേ, ഹൽ ഖറജ്തുന്ന നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടോ, മുതവരിജാത്തിൻ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ടോ. കമ്മിലിൽ ജദ്വല കോളം പൂർത്തിയാക്കാനാണ്. അതായത് ലൊമീറുകളെ കുറിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കണ്ടു. ലൊമീർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ 14 ലൊമീറുകളും സൊറഫാക്കി ക്രമം തെറ്റാതെ പഠിച്ചിരിക്കണം. അതുപോലെ 14 ഫിഅലുകളും ക്രമം തെറ്റാതെ പഠിച്ചിരിക്കണം. ഇത് രണ്ടും പഠിച്ച ആൾക്ക് ഇങ്ങനെ ചോദ്യം വന്നാൽ വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. നോക്കാം. നളർത്ത നീ നോക്കി, ഇതിന്റെ ലൊമീർ എന്താ? നീ എന്നതിന് എന്താ പറയാ? അൻത. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഫഅൽത്, ഫഅലത് ഇതുണ്ടോ, ഫഅലത് അല്ലേ, എന്താ അർത്ഥം? അവൾ പ്രവർത്തിച്ചു. അവൾ എന്നതിന് ഹിയ അല്ലെ. ഫഅലത്ത് എന്നുള്ളത് ഫഅല ഫഅല ഫഅലു ഫഅലത്ത് നാലാമത്തതാണ്. അപ്പൊ ഇവിടെ എണ്ണി നോക്കുക, എന്ത്? ഹുവ ഹുമാ ഹും ഹിയ, നാലാമത്തത് ഹിയ എന്നുള്ളതാണ്. അങ്ങനെ എണ്ണി നോക്കിയാലും മതി. രണ്ടാമത്തെ മുസന്ന, മുസന്ന എന്ന് പറയുമ്പോൾ 2 ആളുണ്ടാവും അല്ലേ. നളർത്ത എന്നതിന്റെ മുസന്ന എന്താ? നീ നോക്കി എന്നല്ല. അപ്പൊ നിങ്ങൾ 2 പേർ നോക്കിയതിന് എന്താ പറയാ? നളർത്തുമാ. നസർത്തി എന്ന് പറയാൻ നീ സഹായിച്ചു, നിങ്ങൾ 2 പേർ സഹായിച്ചു എന്നല്ലോ, നസർത്തുമാ. ജലസ അവൻ ഇരുന്നു. ഇനി അവർ 2 പേർ ഇരുന്നു എന്നതിനാ? ജലസ. ഇനി ഏതാണുള്ളത്? നമുക്ക് എഴുതാനുള്ളത് എന്താ? നസർത്തുമ എന്നതിന്റെ ലൊമീറാണ് അല്ലെ. എന്താണ് നസർത്തുമ? നിങ്ങൾ 2 പേർ സഹായിച്ചു. നിങ്ങൾ 2 പേർ എന്നതിന് അൻതുമാ. അടുത്തത് ജലസ അവർ 2 പേർ ഇരുന്നു അല്ലെ. അപ്പൊ അവർ 2 പേർ എന്നതിന് ഹുമാ. അടുത്തത് ഫഅലത എന്നതിന്റെ ലൊമീർ ഹുമാ. അവർ 2 പേർ പ്രവർത്തിച്ചു. അവർ 2 പേർ എന്നതിന് ഹുമാ. അടുത്തത് ഇനി ജം ആണ് കാണേണ്ടത്. അതായത് ഇവിടെ ജം എഴുതേണ്ടത് ഈ നളർത്ത എന്നുള്ളത് മുഫ്രദ്, ഒരാൾ മാത്രം. നളർത്തുമ എന്നുള്ളത് 2 ആള്. ഇനി 3 3-ൽ കൂടുതൽ ആളുകൾ നോക്കി എന്നുള്ളതിന് എന്താ പറയാ? എന്താ പറയും? നളർത്തും അല്ലെ, നിങ്ങൾ നോക്കി. അടുത്ത ഏതാണുള്ളത്? നസർത്തി നീ സഹായിച്ചു. നസർത്തുമ നിങ്ങൾ 2 പേർ സഹായിച്ചു. ഇനി നിങ്ങൾ 3 3-ൽ കൂടുതൽ പേരോ സഹായിച്ചെങ്കിൽ എന്ത് പറയും? നസർത്തുന്ന. സ്ത്രീകളാണ് കേട്ടോ. നസർത്തി, നസർത്തുമ, നസർത്തുന്ന, അങ്ങനെ സർഫാക്കിയാലും മതി. അടുത്തത് ജലസ അവൻ ഇരുന്നു. ജലസ അവർ 2 പേർ ഇരുന്നു. ഇനി അവര് കുറെ ആളുകൾ ഇരുന്നു എങ്ങനെ പറയാ? ജലസൂ. അടുത്തത് ഫഅലത് അവൾ പ്രവർത്തിച്ചു. ഫഅലത അവർ 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഇനി അവർ കുറെ സ്ത്രീകൾ പ്രവർത്തിച്ചു എങ്ങനെ പറയാ? ഫഅൽന. അല്ലെങ്കിൽ ഇവിടെ ലൊമീർ നോക്കിയാലും മതി, ലൊമീർ നോക്കിയാലും മതി ഉത്തരം എഴുതാൻ. അല്ലെങ്കിൽ ഇവിടെ സർഫാക്കിയാലും മതി. തമ്മീം പൂർത്തിയാക്കാനാണ്. അൽ ഹറഫു ഹറഫു, ഇത് കഴിഞ്ഞ പരീക്ഷ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. ലഫ്ലുൻ അതൊരു പദമാണ്. ലൈസ ലഹു മഅന അർത്ഥമില്ലാത്ത പദമാണ്. ഇല്ലാ മഅ ഗൈരിഹി മറ്റൊന്നിനോട് കൂടെ അല്ലാതെ. സ്വന്തമായി അർത്ഥമില്ലാത്തതും എന്നാൽ മറ്റൊന്നിനോട് കൂടെ വരുമ്പോൾ അർത്ഥം ഉണ്ടാകുന്നതുമാണ് ഹർഫ്.
രണ്ടാമത്തെ ചോദ്യം അൽഫാദുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിലെ പദങ്ങൾ സലാസത്തു അഖ്സാമിൻ ഫഖത്ത്, 3 ഇനങ്ങൾ മാത്രമാണ്. ഏതൊക്കെയാണ് 3 ഇനങ്ങൾ? ഇസ്മ്, ഫിഇല്, ഹർഫ്. ഇത് പഠിക്കണം കേട്ടോ. കാരണം ഇവിടെ ഉത്തരങ്ങൾ മാത്രമല്ല പ്രധാനം, ചോദ്യങ്ങളും പ്രധാനമാണ്. ഈ വർഷത്തെ ചോദ്യങ്ങൾ അടുത്ത വർഷം ഉത്തരങ്ങളായിരിക്കും, അടുത്ത വർഷത്തിലെ ഉത്തരങ്ങൾ ഈ വർഷം ചോദ്യമായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ചോദ്യവും ഉത്തരവും വളരെ പ്രധാനപ്പെട്ടതാണ്. അറബി ഭാഷയിലെ പദങ്ങൾ 3 എണ്ണം മാത്രമാണ്. 1 ഇസ്മ്, 2 ഫിഇല്, 3 ഹർഫ്. ഇനി ഇദാ ദുക്റൽ ഫാഇലു, ഫാഇല് പറയപ്പെട്ടാൽ മഅൽ ഫിഇലി, ഫിഇലിന്റെ കൂടെ യുസമ്മ, അതിനെ പറയപ്പെടുന്നത് മഅറൂഫൻ, മഅറൂഫ് എന്ന് പറയപ്പെടും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ചോദ്യം തന്നെ. നാലാമത്തത് അൽ ഫിഇലുൽ മാദി, മാദിയായ ഫിഇല് ലഹു, അതിനുണ്ട് 14 സിയഗത്തൻ, 14 സിയഗകൾ. അതായത് നമ്മൾ ഫഅല ഫഅല ഫഅലു എന്ന് പറഞ്ഞ് സർഫാക്കുമല്ലോ, അത് 14 ഉണ്ട്. ബയ്യിൻ, വ്യക്തമാക്കാനാണ്. അൽ ഇസ്മു, എന്താണ് ഇസ്മ്? ലഫ്ലുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ, സ്വന്തമായി സ്വതന്ത്രമായി അർത്ഥമുള്ള പദമാണ്. വലാ യദുല്ലു, അത് അറിയിക്കുന്നില്ല. അലാ സമാനിൻ, കാലത്തിന്റെ മേൽ. കഫറസിൻ, കുതിര എന്നതുപോലെ. വറജുലിൻ, പുരുഷൻ എന്നതുപോലെ. ഇതൊക്കെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്, അവിടെ വിശദീകരിച്ചതാണ്. രണ്ടാമത്തെ അൽ കലാമു, എന്താണ് കലാമു? അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ ഹുവ ലഫ്ലുൻ മുഫീദുൻ ഫായിദതൻ യഹ്സുനു സുകൂതു അലൈഹ, മസലൻ അൽഹംദുലില്ലാ, നസറല്ലാഹ്. മൂന്നാമത്തെ ചോദ്യം അൽ ഫിഇലുൽ മാദിൽ മുസ്ബത്തു, മാദി മുസ്ബത്തായ ഫിഇല് എന്താണ്? ഫിഇലുൻ യദുല്ലു അലാ വുഖൂഇ അംരിൻ ഫി സമാനിൽ മാദി, അത് കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി സംഭവിച്ചതിന്റെ മേൽ അറിയിക്കുന്ന ഫിഇലാണെന്ത്? മാദിയായ മുസ്ബത്തായ ഫിഇല്. ഈ 3 ചോദ്യങ്ങളും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്. ഉക്തുബിൽ അൽഫാദ ലിഹാദിഹിൽ അഫ്ആൽ, ഈ താഴെയുള്ള ഫിഇലുകളുടെ ലഫ്ള് എഴുതാനാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യങ്ങളുണ്ട്. അത് 14 ഫിഇലുകളുടെയും ലഫ്ളുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ വന്നതിന്റെ ഉത്തരം നോക്കാം. ഫഅൽതുന്ന അൽ ജംഉൽ മുഅന്നസുൽ ഹാദിറു മിനൽ ഫിഇലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബതി. ഫഅൽതു അൽ മുതകല്ലിമുൽ വാഹിദു മിനൽ ഫിഇലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബതി. വസൽന ജംഉൽ മുതകല്ലിമി മിനൽ ഫിഇലിൽ മാദിൽ മഅറൂഫിൽ മുസ്ബതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 2 ചോദ്യം, ഫഅൽതു അതേ ഫഅൽന അല്ലെങ്കിൽ വസൽന, അവസാനത്തെ 2 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അപ്പൊ ഇത് 2 വളരെ പ്രധാനപ്പെട്ടതാണ്. 14 പഠിച്ചിരിക്കണം. 14 ഏതാണ് ചോദിക്കുക എന്നറിയില്ല. പക്ഷേ ഇതിൽ അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും അവസാനത്തെ 2 ഈ മുത്തകല്ലിമിന്റെ ചോദിച്ചതായി കാണുന്നുണ്ട്. റത്തിബ്, ക്രമത്തിലാക്കാനാണ്. വഅതത് വനൂനി ഫിഅലു യൻജലി ബിതാ ഫഅൽതി വയഫ്അലി അഖ്ബിലന്ന, ഇത് ക്രമത്തിൽ എഴുതാനാണ്. 2 ബൈത്തുകളാണ് പുസ്തകത്തിലുള്ളത്. 2 ബൈത്തുകളും കാണാതെ പഠിച്ചിരിക്കണം. ബിതാ ഫഅൽതി വഅതത് വയഫ്അലി വനൂനി അഖ്ബിലന്ന ഫിഅലു യൻജലി. തർജിം, അർത്ഥം എഴുതാനാണ്. സുമ്മ, പിന്നീട് സഅലൽ വാലിദു, പിതാവ് ചോദിച്ചു. ഹൽ കതബ്തും, നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? അൽ വാജിബാത്തിൽ മൻസിലിയ, ഹോംവർക്ക്. ഖാലു, അവർ പറഞ്ഞു. നഅം, അതേ. കതബ്ന, ഞങ്ങൾ എഴുതി. വദറസ്ന, ഞങ്ങൾ പഠിച്ചു. പിന്നീട് പിതാവ് ചോദിച്ചു, നിങ്ങൾ ഹോംവർക്ക് എഴുതിയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ എഴുതുകയും പഠിക്കുകയും ചെയ്തു. ഇനി നമുക്ക് 2022-23 വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളും നോക്കാം. അടുത്തത് നൂസിലു ബിൽ മുനാസിബ്, യോജിച്ചവ കൊണ്ട് ചേർക്കാനാണ്. ഖറഅതുമാ, നിങ്ങൾ 2 പേരും പാരായണം ചെയ്തു. നളർത്ത, നീ നോക്കി. മകസ്തും, നിങ്ങൾ താമസിച്ചു. ഖറജ്തുന്ന, നിങ്ങൾ പുറപ്പെട്ടു. നസർത്തി, നീ സഹായിച്ചു. റഫഅ, അവർ 2 പേർ ഉയർത്തി. ഇതാണ് യോജിപ്പിക്കാനുള്ളത്. യാ ബിൻതി ഹൽ, പെൺകുട്ടി. ഹൽ നസർത്തി, നീ സഹായിച്ചിട്ടുണ്ടോ ഉമ്മുക്കി, നിന്റെ ഉമ്മയെ? രണ്ടാമത്തത് യാ തിൽമീദതാനി, വിദ്യാർത്ഥിനികളെ, 2 വിദ്യാർത്ഥിനികളെ. ഹൽ ഖറഅതുമാ, നിങ്ങൾ 2 പേർ പാരായണം ചെയ്തിട്ടുണ്ടോ സൂറത്ത് യാസീൻ, യാസീൻ സൂറത്ത്. യാ മആശറ നിസാ, സ്ത്രീ സമൂഹമേ. ഹൽ ഖറജ്തുന്ന മുതബർരിജാത്തിൻ, അണിഞ്ഞൊരുങ്ങി നിങ്ങൾ പുറത്തു പോകാറുണ്ടോ? അഅൻതും മക്കസ്തും, നിങ്ങൾ താമസിച്ചിട്ടുണ്ടോ ഫീ ദാരി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മയുടെ വീട്ടിൽ.
യാ അഖി എന്റെ സ്നേഹിത, ഹൽ നദർത നീ നോക്കിയിട്ടുണ്ടോ ഇലൽ ബുർജ് ഗോപുരത്തിലേക്ക്. ഇബ്രാഹിമു വ ഇസ്മായിലു അലൈഹിമസ്സലാം, ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിമസ്സലാം അവർ രണ്ടുപേരും ഉയർത്തി ഖവാഇദൽ ബൈത്തി. നക്തുബുൽ ലമാഇറ ലിൽ അഫ്ആലിൽ ആതിയ, താഴെയുള്ള ഫീലുകൾക്ക് നമുക്ക് ലൊമീറുകൾ എഴുതി കൊടുക്കാം. അല്ലെ, ലൊമീർ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടതാണ്. നളർത്ത നീ നോക്കി, നീ എന്നതിന് അൻത, പെണ്ണാണെങ്കിൽ എന്തായിരിക്കും അൻതി എന്നായിരിക്കും, നളർത്തി എന്നുമായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കാം. ഫഅലത് അവൾ പ്രവർത്തിച്ചു, ഹിയ അവൾ എന്നതിന് ഹിയ. നസർത്തി നീ, പക്ഷെ പെണ്ണാണ് അല്ലെ, എന്തുകൊണ്ട് പെണ്ണായി, നസർത്തി എന്നാണ്. നീ നസർത്ത ആണെങ്കിൽ ആണാവും, അപ്പൊ അൻത എന്നാവും. നീ നസർത്തി ആണെങ്കിൽ അൻതി. അടുത്തത് നജഹ്തുമാ നിങ്ങൾ രണ്ടുപേർ, നിങ്ങൾ രണ്ടുപേർ എന്നതിന് അൻതുമാ. ഫഅലതാ ഹുമാ അവർ രണ്ടുപേർ പ്രവർത്തിച്ചു, ഹുമാ. ഖറഅതുമാ നിങ്ങൾ രണ്ടുപേർ, അൻതുമാ. ദഹബു അവർ പോയി, അവർ എന്നതിന് ഹും. ഫഅൽന അവർ ചെയ്തു, ഹുന്ന. ഖറജ്തുന്ന നിങ്ങൾ പുറപ്പെട്ടു, സ്ത്രീകളാണ് അല്ലെ, അൻതുന്ന. അതായത് ഇത് പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, ഫിഅലുകൾ 14 മാദിയായ 14 സിയകൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ലൊമീറുകളും എന്ത് ചെയ്യുക 14 അതും പഠിച്ചിരിക്കുക. ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന എന്നത് 14 അത് രണ്ടും കാണാതെ പഠിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഉത്തരം എഴുതാൻ കഴിയും. നുതമ്മിമു നമുക്ക് പൂർത്തിയാക്കാം. 1 അൽ ഹർഫു, ഹർഫ് എന്നാൽ ലഫ്ലുൻ ലൈസ ലഹു മഅനൻ ഇല്ലാ മഅ ഗൈരിഹി, സ്വന്തമായി അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് കൂടെ വരുമ്പോൾ അർത്ഥമുണ്ടാകുന്നതും, അതാണ് ഹർഫ്. രണ്ടാമത്തത് അൽ ഇസ്മു, എന്താണ് ഇസ്മ്, ലഫ്ലുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ, സ്വന്തമായി അർത്ഥമുള്ളതും കാലത്തിന്റെ മേൽ അറിയിക്കാത്തതുമാണ് ഇസ്മ്. അടുത്തത് ഇദാ ദുക്റൽ ഫാഇലു, ഫാഇല് പറയപ്പെട്ടാൽ മഅൽ ഫിഇലി, ഫിഇലിന്റെ കൂടെ യുസമ്മ, അപ്പൊ അതിനെ പറയപ്പെടും മഅറൂഫൻ, മഅറൂഫ് എന്ന്. അടുത്തത് നാലാമത്തത് ബിതാ ഫഅൽതി വഅത്തു വയഫ്അലി വനൂനി അഖ്ബിലൻ ഫിഇലുൻ യൻജലി. ഈ 4 ചോദ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. നുഅരിഫു നമുക്ക് പരിചയപ്പെടാം, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, എന്നാലും പരിചയപ്പെടാം. 1 അൽ ഫിഇലുൽ മാദിൽ മുസ്ബത്തു, മാദിയായ മുസ്ബത്തായ ഫിഇൽ എന്താണ്, ഫിഇലുൻ യദുല്ലു അലാ വുഖൂഇ അംരിൻ ഫി സമാനിൽ മാദി, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു കാര്യത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് എന്ത്, മാദിയായ മുസ്ബത്തായ ഫിഇൽ. ഇതൊക്കെ അറബിയിൽ തന്നെ പഠിക്കണം. രണ്ടാമത്തത് അൽ ഫിഇലു, എന്താണ് ഫിഇൽ, ലഫ്ലുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ, സ്വന്തമായി അർത്ഥമുള്ള പദമാണ്. മാത്രമല്ല വയദുല്ലു അലാ സമാനിൻ, കാലത്തിന്റെ മേൽ അറിയിക്കുന്നു. ഇസ്മ എന്താവൂല, കാലത്തിന്റെ മേൽ അറിയിക്കൂല. ഏതൊക്കെ കാലത്തിന്റെ മേൽ അറിയിക്കാം, മാലിൻ കഴിഞ്ഞു പോയ കാലം, ഔ മുസ്തഖ്ബിലിൻ അല്ലെങ്കിൽ ഭാവി കാലം, ഔ ഹാദിറിൻ അല്ലെങ്കിൽ പ്രസന്റ് കാലം, ഇപ്പത്തെ ഈ വർത്തമാന കാലം, ഔ അല്ലെങ്കിൽ യദുല്ല അത് അറിയിക്കും അല അംരിൻ കൽപ്പനയുടെ മേൽ അറിയിക്കും, ഔ നഹീം അല്ലെങ്കിൽ നിഷേധത്തിന്റെ മേൽ, ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ അതിന്റെ മേലും അറിയിക്കും. മൂന്നാമത്തത് അൽ കലാം, എന്താണ് കലാം, അൽ കലാമു ഫിൽ ലഗത്തിൽ അറബിയ്യ ഹുവ ലഫ്ളുൻ മുഫീദുൻ ഫായിദതൻ യഹ്സുനു സുകൂതു അലൈഹാ മസലൻ അൽഹംദുലില്ലാഹ് നസറല്ലാഹ്. നുതർജിമു നമുക്ക് അർത്ഥം എഴുതാം. അന്നിസാഉ സ്ത്രീകൾ, മനഇന അവർ തടഞ്ഞു, ഔലാദഹുന്ന അവരുടെ മക്കളെ, അനിൽ ലഗ്വി അനാവശ്യ സംസാരത്തിൽ നിന്ന്, സ്ത്രീകൾ അവരുടെ മക്കളെ അനാവശ്യ സംസാരത്തിൽ നിന്ന് തടഞ്ഞു. രണ്ടാമത്തത് ഹൽ കതബ്തുമാ നിങ്ങൾ രണ്ടുപേരും എഴുതിയിട്ടുണ്ടോ, അൽ വാജിബാത്തിൽ മൻസിലിയ ഹോംവർക്ക്, നിങ്ങൾ രണ്ടുപേരും ഹോംവർക്ക് എഴുതിയോ. നുഅരിബു ഇനി നമുക്ക് അറബിയിലാക്കാം. 2 സ്ത്രീകൾ അവരുടെ മുഖമക്കന ധരിച്ചു, ഇത് അറബിയിലാക്കാനാണ്. എന്താണ് 2 സ്ത്രീകൾ എന്ന് പറയാ, സ്ത്രീക്ക് എന്താ പറയാ, ഇംറഅത്ത്. 2 സ്ത്രീകൾ എങ്ങോട്ട്, ഇംറഅതാനി അല്ലേ. ഇനി അവർ 2 പേര് ധരിച്ചു എന്താ പറയാ, ലബിസ എന്ന് പറഞ്ഞാൽ അവൻ ധരിച്ചു എന്നാ. അങ്ങനെയാണെങ്കിൽ അവർ 2 പേർ എന്നുള്ളതിന് ധരിച്ചു എന്നുള്ളതിന് ലബിസത. അപ്പോ ഇംറഅതാനി ലബിസത 2 സ്ത്രീകൾ ധരിച്ചു.
എന്തിനെ? ഹിമാറഹുമ, അവർ രണ്ടുപേരുടെയും മുഖമക്കന. അടുത്തത് ഞാൻ ആശുപത്രിയിലേക്ക് പോയി, അല്ലെ? ദഹബ എന്നാൽ അവൻ പോയി എന്നാ. ഞാൻ പോയി എന്നുള്ളതിന് അവസാനത്തത് ദഹബ്തു, ഞാൻ പോയി, അല്ലെ? അപ്പൊ ദഹബ്തു, ഞാൻ പോയി. എവിടേക്ക്? ആശുപത്രി എന്നുള്ളതിന് എന്താ പറയാ? മുസ്തഷ്ഫ. അപ്പൊ ആശുപത്രിയിലേക്ക്, ഇലൽ മുസ്തഷ്ഫ. അപ്പോ ദഹബ്തു ഇലൽ മുസ്തഷ്ഫ, ഞാൻ ആശുപത്രിയിലേക്ക് പോയി. ഇനി നമുക്ക് 2021-22 വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാം. നൂസിലു ബിൽ മുനാസിബ്, യോജിച്ചവ കൊണ്ട് നമുക്ക് ചേർക്കാം. ഖറഅതുമാ, നിങ്ങൾ രണ്ടുപേർ വായിച്ചു. ത്വലഅത്, ഉദിച്ചു. ലബിസത, അവർ രണ്ടുപേർ ധരിച്ചു. ജലസ, അവൻ ഇരുന്നു. മനഇന, അവർ തടഞ്ഞു. നസറത്തി, ഇനി സഹായിച്ചു. നോക്കാം. അന്നിസാഉ മനഇന ഔലാദഹുന്ന അനിൽ ലഗ്വി, ഇതൊക്കെ കുറേ വട്ടം നമ്മൾ ചർച്ച ചെയ്താണല്ലേ. സ്ത്രീകൾ അവരുടെ മക്കളെ അനാവശ്യ സംസാരത്തിൽ നിന്ന് തടഞ്ഞു. അശ്ശംസു ത്വലഅത് മിനൽ മശ്രിഖി. മൂന്നാമത്തത് യാ ബിൻതി ഹൽ നസർതി ഉമ്മുക്കി, പെൺകുട്ടി നീ നിന്റെ ഉമ്മയെ സഹായിച്ചിട്ടുണ്ടോ? അടുത്തത് ജലസൽ അബു, പിതാവ് ഇരുന്നു. അലൽ മഖഅദി, ബെഞ്ചിന്മേൽ. വഖറഅ കിതാബഹു, പിതാവ് അവന്റെ പുസ്തകം വായിച്ചു. 5 ഇംറഅത്താനി, രണ്ട് സ്ത്രീകൾ. ലബിസത, അവർ രണ്ടുപേർ ധരിച്ചു. ഹിമാറഹുമ, അവർ രണ്ടുപേരുടെയും മുഖമക്കന. 6 യാ തിൽമീദത്താനി, രണ്ട് പെൺകുട്ടികളെ. ഹൽ ഖറഅതുമാ, നിങ്ങൾ രണ്ടുപേരും ഓതിയോ? സൂറത്ത് യാസീൻ, യാസീൻ സൂറത്ത് നിങ്ങൾ രണ്ടുപേരും പാരായണം ചെയ്തോ? നക്തുബുൽ ലൊമാഇറ മിനൽ അഫ്ആലിൽ ആത്തിയ, താഴെയുള്ള ഫീലുകൾക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് ലൊമീറുകൾ എഴുതാം. നസർത്തി, നീ സഹായിച്ചു, അല്ലെ? അപ്പോ അൻതി. നളർത്ത, നീ നോക്കി. അൻത, അതായത് ഇവിടെ രണ്ടും നീ എന്നാണ്, അല്ലെ? പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അൻതി എന്ന് വന്നത്? കണ്ടോ? നസർത്തി ആണെങ്കിൽ അൻതി, ഇനി നസർത്ത എന്നാണെങ്കിലോ അൻത. ഇത് നളർത്ത, അതുകൊണ്ട് അൻത. ഇനി നളർത്തി എന്നാണെങ്കിലോ അൻതി എന്ന് വേണ്ടി വരും, അല്ലെ? നളർത്ത എന്നൊക്കെ നീ നോക്കി, ആണിനോട്. ഇനി പെണ്ണിനോടാവുമ്പോ നളർത്തി, നീ നോക്കി. ഖറഅതുമാ, എന്താ? നിങ്ങൾ രണ്ടുപേരും വായിച്ചു. അൻതുമാ, അത് ആണായാലും പെണ്ണായാലും ഒന്ന് തന്നെയാണ്, അൻതുമാ തന്നെയാണ്. നസർത്തുമാ, അതും അതുപോലെ തന്നെ അൻതുമാ, നിങ്ങൾ രണ്ടുപേരും സഹായിച്ചു. മക്കസ്തും, നിങ്ങൾ താമസിച്ചു, അല്ലെ? അപ്പൊ മക്കസ, മക്കസ, മക്കസു, മക്കസത്ത്, മക്കസത്ത, മക്കസ്ന, മക്കസ്ത, മക്കസ്തുമ, മക്കസ്തും. 9ാമത്തതാണ് മക്കസ്തും എന്നുള്ളത്, അല്ലെ? അപ്പൊ സർഫാക്കുന്നത് ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അങ്ങനെ സർഫാക്കിയാൽ മതി. ഖറജ്തുന്ന, നിങ്ങൾ പുറപ്പെട്ടു. അൻതുന്ന, ഇതൊക്കെ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ സർഫാക്കിയാൽ മതി. എന്നാ അതിന്റെ ഉത്തരം വേഗം കിട്ടും. നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ്യ മാ ഹുവ, അറബി ഭാഷയിൽ കലാം എന്നാൽ എന്താണ്? ലഫ്ളുൻ മുഫീദുൻ ഫായിദതൻ യഹ്സുനു സുകൂതു അലൈഹ, മസലൻ അൽഹംദുലില്ലാഹ്, നസറല്ലാഹ്. രണ്ടാമത്തത് അൽ ഫിഅലുൽ മാദിൽ മുസ്ബത്തു മാ ഹുവ, മാദിയായ മുസ്ബത്തായ ഫിഅൽ എന്താണ്? ഫിഅലുൻ, അതൊരു ഫിഅലാണ്. യദുല്ലു അലാ വുഖൂഇ അംറിൻ ഫി സമാനിൽ മാദി, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഫിഅലാണ് മാദി മുസ്ബത്തായ ഫിഅല്. നുബൈനു മഅൽ മിസാലി, ഉദാഹരണങ്ങളോട് കൂടി വ്യക്തമാക്കാനാണ്. 1 അൽ ഫിഅലു ലഫ്ളുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വയദുല്ലു അലാ സമാനിൻ, സ്വന്തമായി അർത്ഥമുള്ളതും കാലത്തിന്റെ മേൽ അറിയിക്കുന്നതുമാണ്. ഏതൊക്കെ കാലത്തിന്റെ മേൽ അറിയിക്കും? മാദിൻ, കഴിഞ്ഞ കാലം. ഔ മുസ്തഖ്ബിലിൻ, അല്ലെങ്കിൽ ഭാവി കാലൻ. ഔ ഹാദിറിൻ, അല്ലെങ്കിൽ വർത്തമാനകാലം. ഔ അല്ലെങ്കിൽ യദുല്ലു, അറിയിക്കുന്നു. അല അംറിൻ, അംറിൻ അറിയിക്കും. ഔ നഹീൻ, അല്ലെങ്കിൽ നഹീൻ അറിയിക്കും. ഇനിയാണ് ഉദാഹരണങ്ങൾ. ളറബ, യളിരിബു, ഇളിരിബ്, ലാ തളിരിബ്, ഇത് 4ആണ് അതിനുള്ള ഉദാഹരണങ്ങൾ. ഇനി അൽ ഹർഫ്, എന്താണ് ഹർഫ്? ലഫ്ളുൻ ലൈസ ലഹു മഅനൻ ഇല്ലാ മഅ ഗൈരിഹി, സ്വന്തമായി അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് കൂടെ വരുമ്പോൾ അർത്ഥമുണ്ടാകുന്നതും. ഉദാഹരണം ഹൽ, അല, ഫി. അടുത്തത് അൽ ഇസ്മി, എന്താണ് ഇസ്മ്? ലഫ്ളുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ, സ്വന്തമായി അർത്ഥമുള്ളതും
വലാ യദുല്ലു അലാ സമാനിൻ കാലത്തിന്റെ മേൽ അറിയിക്കാത്തതും. ഉദാഹരണം ഫറസുൻ റജുലുൻ. നുസരിഫു നമുക്ക് സറഫാക്കാം. നജഹ്ത നജഹ്തുമാ നജഹ്തും നജഹ്തി നജഹ്തുമാ നജഹ്തുന്ന. നുതർജിമു നമുക്ക് അർത്ഥം എഴുതാം. ഇദാ ദുക്റൽ ഫാഇലു ഫാഇൽ പറയപ്പെട്ടാൽ മഅൽ ഫിഇലി ഫിഇലിന്റെ കൂടെ യുസമ്മ പറയപ്പെടും മഅറൂഫൻ മഅറൂഫ് എന്ന്. ഫിഇലിന്റെ കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ മഅറൂഫ് എന്ന് പറയപ്പെടും. ഇനി നമുക്ക് 2019-20 വർഷത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും നോക്കാം. നുവഫിഖു നമുക്ക് യോജിപ്പിക്കാം. അത്തുല്ലാബു ഖറജൂ മിൻ സുഫൂഫിഹിം അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് പുറപ്പെട്ടു. ഇംറഅതാനി രണ്ട് സ്ത്രീകൾ. ലബിസത അവർ രണ്ടുപേർ ധരിച്ചു. ഹിമാറഹുമ അവരുടെ മുഖമക്കന. അശംസു സൂര്യൻ. തൊലഅത് ഉദിച്ചു. മിനൽ മശ്രിഖ് അതായത് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് വെച്ചാൽ ഇവിടെ ഉള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിന് നേരെ യോജിപ്പിക്കാനുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ 4 പേപ്പർ നോക്കിയല്ലോ, അതിലൊക്കെ ഉള്ള അതേ ചോദ്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. യാ അഖി എന്റെ സ്നേഹിത, ഹൽ നളർത്ത നീ നോക്കിയിട്ടുണ്ടോ ഇലൽ ബുർജി ഗോപുരത്തിലേക്ക്. യാ അഖവയ്യ രണ്ട് സഹോദരന്മാരെ, ഹൽ നജഹ്തുമാ നിങ്ങൾ രണ്ടുപേരും വിജയിച്ചിട്ടുണ്ടോ. യാ ബനാതു പെൺകുട്ടികളെ, ഹൽ ഫഹിംതുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. നുമയ്യിസു നമുക്ക് യോജിപ്പിക്കാം. ലറബ ഫറസുൻ ഇജ്ലിസ് ഹൽ ഫി റജുലുൻ അല യളിബു ഇവയിൽ എന്തുണ്ട്, ഇസ്മുണ്ട്, ഫിഇലുണ്ട്, ഹർഫ് ഉണ്ട്. അതിനെന്ത് ചെയ്യാനാണ്, യോജിപ്പിക്കാനാണ്. നോക്കാം. ഒന്നാം ലറബ അവൻ അടിച്ചു. ഇതെന്താണ്, അവൻ അടിച്ചു എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് അതെന്താണ്, അത് ഫിഇലാണ്. രണ്ടാമത് നോക്കാം. ഫറസുൻ കുതിര. കുതിര എന്നുള്ളത് എന്താണ്, ഒരു പേരാണല്ലോ അല്ലെ, ഒരു ജീവിയുടെ പേരാണ്. അപ്പൊ എന്താണ്, ഇസ്മാണ്. മൂന്നാമത് നോക്കാം. ഇജ്ലിസ് നീ ഇരിക്ക്. നീ ഇരിക്ക് എന്നുള്ളത് എന്താണ്, ഫിഇലാണ്, അംറാണ് അല്ലേ. അടുത്തത് എന്താ, ഹൽ എന്നുള്ളത് ഉണ്ടോ, എന്താണ്, ഹർഫാണ്. അടുത്തത് ഫി എന്നുള്ളതോ ഇൽ എന്നൊക്കെ പറയും, ഹർഫാണ്. അടുത്തത് റജുലുൻ പുരുഷൻ എന്നുള്ളത് എന്താണ്, പേരാണ് അല്ലെ, അതുകൊണ്ട് ഇസ്മാണ്. അല എന്നുള്ളത് എന്താണ്, ഹർഫാണ്. യളിരിബു അവൻ അടിക്കുന്നു, അവൻ അടിക്കും. അതോ അതൊരു കാലത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലേ, അതെന്താണ്, അത് ഫിഇലാണ്. നുകമ്മിലു തസ്രീഫ നമുക്ക് സർഫാക്കാനുള്ളതാണ്. ഖറജ ഖറജ ഖറജു, ഖറജത്ത് ഖറജത ഖറജിന. രണ്ടാമത്തത് ഖറഅത ഖറഅതുമാ ഖറഅതും, ഖറഅതി ഖറഅതുമാ ഖറഅതുന്ന. അടുത്തത് ജലസ ജലസ ജലസു, ജലസത്ത് ജലസത ജലസ്ന. നക്തുബുൽ ലമാഇറ ലമീറുകൾ എഴുതാനാണ്. ഫഅലത് അവൾ പ്രവർത്തിച്ചു. അവൾ എന്നുള്ള ഇനി ഹിയ. ഫഅലു അവർ പ്രവർത്തിച്ചു അല്ലെ, ഫഅല ഫഅല ഫഅലു മൂന്നാമത്തത്. അപ്പോ ഹുവ ഹുമ ഹും. കണ്ടോ. നവർത്ത നീ നോക്കി അല്ലെ, അപ്പോ അൻത നീ എന്നതിന് അൻത. ഖറജ്തുന്ന നിങ്ങൾ പുറപ്പെട്ടു, അൻതുന്ന. നുതമ്മിമു നമുക്ക് പൂർത്തിയാക്കാം. അൽ ഹർഫു ഹർഫ് എന്നത് ലഫ്ലുൻ അതൊരു പദമാണ്. ലൈസ ലഹു മഅന അർത്ഥമില്ലാത്ത പദം. എല്ലാ മഅ ഗൈരിഹി മറ്റൊന്നിനോട് കൂടെയല്ലാതെ. രണ്ടാമത്തത് ഇദാ ദുക്റൽ ഫാഇലു ഫാഇൽ പറയപ്പെട്ടാൽ മഅൽ ഫിഇലി ഫിഇലിന്റെ കൂടെ യുസമ്മ അതിന് പറയപ്പെടുന്നത് മഅറൂഫൻ മഅറൂഫ് എന്ന്. നുജീബു നമുക്ക് ഉത്തരം എഴുതാം. അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ്യ മാ ഹുവ അറബി ഭാഷയിൽ കലാം എന്നാൽ എന്താണ്. അൽ കലാമു ഫിൽ ലുഗത്തിൽ അറബിയ്യ ഹുവ ലഫ്ളുൻ മുഫീദുൻ ഫായിദതൻ യഹ്സുനു സുകൂതു അലൈഹാ. രണ്ടാമത്തത് അൽ ഇസ്മു മാ ഹുവ എന്താണ് ഇസ്മ്. ലഫ്ളുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ സ്വന്തമായി അർത്ഥമുള്ള പദമാണ്. വലാ യദുല്ലു അലാ സമാനിൻ കാലത്തിന്റെ മേൽ അറിയിക്കാത്തതാണ്. 3 മതാ യഖ്തസ്സുൽ മുസ്തഖ്ബിലു മുസ്തഖ്ബിലിനെ പ്രത്യേകമാക്കും എപ്പോൾ. ബി സമാനിൽ ഇസ്തിഖ്ബാലി ഭാവി കാലം കൊണ്ട് മുസ്തഖ്ബിലിനെ പ്രത്യേകമാക്കും എപ്പോൾ.
ഇതാ അദ്ഖൽത അലൈഹി മുസ്തഖബലിൽ ഈ പ്രവേശിപ്പിച്ചാൽ അസീന സീന് ഔ അല്ലെങ്കിൽ സോഫ പ്രവേശിപ്പിച്ചാൽ, അതായത് യഫ്അലു എന്നുള്ളിടത്ത് യഫ്അലു എന്നാണല്ലോ മുസ്തഖബില്, സീന് പ്രവേശിപ്പിച്ച് സയഫ്അലു എന്ന് പറയാം, അല്ലെങ്കിൽ സൗഫ പ്രവേശിച്ച് സൗഫ യഫ്അലു എന്ന് പറയാം. അപ്പൊ ഭാവി കാലത്തെ അതുകൊണ്ട് പ്രത്യേകമാക്കും. നുഅരിബു നമുക്ക് അറബിയിലാക്കാം. ആൺകുട്ടി ബെഞ്ചിന്മേൽ ഇരുന്നു, അവന്റെ പുസ്തകം വായിച്ചു. ജലസൽ വലതു ആൺകുട്ടി ഇരുന്നു, അലൽ മഖഅദി ബെഞ്ചിന്മേൽ, വഖറഅ കിതാബഹു അവന്റെ പുസ്തകം വായിച്ചു. അടുത്തത്, ഞാൻ ആശുപത്രിയിലേക്ക് എൻ്റെ മാതാവിൻ്റെ കൂടെ പോയി. ദഹബ്തു ഇലൽ മുസ്തഷ്ഫ മഅ ഉമ്മി. നുതർജിമു നമുക്ക് അർത്ഥം എഴുതാം. വാജിബുൻ നിർബന്ധമാണ്, അലാ കുല്ലി ത്വാലിബത്തിൻ എല്ലാ വിദ്യാർത്ഥിനികളുടെ മേലും, ഹിഫ്ളു സൂക്ഷിക്കൽ, കുല്ലിൽ ഹുലിയി എല്ലാ ആഭരണങ്ങളും, ജയ്യിദൻ നന്നായി. രണ്ടാമത്തത്, ജഅത്ത് അനീസ അനീസ വന്നു, ഉഖ്തു ഫാത്തിമ ഫാത്തിമയുടെ സഹോദരി അനീസ വന്നു, മഅ സ്വദീഖതിഹ അവളുടെ കൂട്ടുകാരിക്കൊപ്പം. നംലഉൽ ഫറാഗ ഒഴിഞ്ഞ ഭാഗം പൂർത്തിയാക്കാനാണ്. കലാമുന ഡാഷ് കസ്തഖിം വസ്മു വഫിഇലും അൽ കലിം. കലാമുന ലഫ്ളും മുഫീദും കസ്തഖിം വസ്മു വഫിഇലും സുമ്മ ഹർഫു ലിൽ കലിം. രണ്ടാമത്തത്, ബിതാ ഫഅൽതി വഅദത് വ ഡാഷ് വനൂനി ഡാഷ് യൻജലി. ബിതാ ഫഅൽതി വഅദത് വ യഫ്അലി വനൂനി അഖബിലൻ ഫിഅലു യൻജലി. ഇതിൽ 2 ബൈത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ബൈത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ പൂരിപ്പിക്കുക, അല്ലെങ്കിൽ ഓർഡർ ആക്കി എഴുതാൻ, അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ എന്ന രീതിയിലൊക്കെ വരാറുള്ളത് കൊണ്ട് ഈ 2 ബൈത്തുകളും കാണാതെ പഠിച്ചിരിക്കണം.